നമസ്കാരം. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് അവലോകനം ചെയ്യുന്ന പ്രത്യേക ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചിരിക്കുന്നത്. ആദായ നികുതി ഇളവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റിന്റെ വിശദമായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. വിവിധ വിദഗ്ധർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ശ്രീ പി.ടി. ജോയ്, അദ്ദേഹം നികുതി വിദഗ്ധരാണ്. എല്ലാവരും ഉറ്റുനോക്കിയത് ഒന്നാണ് ആദായ നികുതി പരിധിയിലെ ഇളവ്. പക്ഷേ ഈ 2.5 ലക്ഷത്തിന് മുകളിലുള്ളവർ ആദായ നികുതി അടയ്ക്കണമെന്നുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഫലത്തിൽ അവർക്ക് നികുതി അടയ്ക്കേണ്ട സാഹചര്യമില്ല. ഈ ആദായ നികുതി പരിധിയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എക്സിസ്റ്റിംഗ് ടാക്സ് സ്ലാബ്സ് എന്ന് പറയുന്നത് 2.5 ലാക്ക് അപ് ടു 5 ലാക്ക് എന്ന് പറയുന്നത് 10%, 5 ലാക്ക് എബോവ് 5 ലാക്ക് അപ് ടു 10 ലാക്ക് എന്ന് പറയുന്നത് 20%, എബോവ് 10 ലാക്ക് എന്ന് പറയുന്നത് 30%. ഇതായിരുന്നു എക്സിസ്റ്റിംഗ് ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത്. ആ ടാക്സ് സ്ലാബിൽ 2.5 ലാക്ക് അപ് ടു 5 ലാക്ക് എന്ന് പറയുന്ന ആ ലോവസ്റ്റ് ടാക്സ് സ്ലാബിലെ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് 10% എന്നുള്ളത് 5% ആയിട്ട് കുറച്ചിരിക്കുകയാണ്. ഇഫക്റ്റീവ്ലി 3 ലാക്ക് വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ട. കാരണം 2.5 ലാക്ക് മുതൽ 3 ലാക്ക് വരെ ഇൻകം ഉള്ളവർക്ക് 5% ടാക്സ് ആണെന്നുണ്ടെങ്കിൽ വരുന്നത് 2,500 റുപ്പീസാണ് ടാക്സ് വരുന്നത്. സെക്ഷൻ 87A എന്ന് പറയുന്നൊരു ഒരു റിബേറ്റ് ഉണ്ട്. അത് 3.5 ലാക്ക് വരെ ഇൻകം ഉള്ളവർക്ക് ആ ടാക്സ് റിബേറ്റ് 2,000 രൂപയായിരുന്നത് 2,500 റുപ്പീസായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ്ലി 3 ലാക്ക് വരെയുള്ള 3 ലാക്ക് വരെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്മാർട്ട് പ്ലേ തന്നെയാണെന്ന് പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ 125 ക്രോഡ്സ് പോപ്പുലേഷനകത്ത് 3.7 ലാക്ക് അസസീസ് ആണുള്ളത്. 3.7 ലാക്ക് എന്ന് പറയുന്നത് ക്ലോസ് ടു 3%. ഗവൺമെൻറ് അല്ലെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ നമ്പർ ഓഫ് അസസീസിനെ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പെർസെൻറ്റേജ് കുറയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ടാക്സ് ബെനഫിറ്റ് കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ഈ ലോവസ്റ്റ് സ്ട്രാറ്റയിലുള്ളവർക്ക് ടാക്സ് ബെനഫിറ്റ് കൊടുക്കുകയും വേണം. അതുകൊണ്ട് റേറ്റ് ഓഫ് ടാക്സ് കുറച്ചു, പക്ഷേ ത്രഷോൾഡ് എക്സംഷൻ്റെ ലിമിറ്റ് അദ്ദേഹം കുറച്ചില്ല. ശ്രീ പി.സി. സിരേഖ്, ഇത്തരത്തിലൊരു സ്മാർട്ട് പ്ലേ എന്ന് വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ആദായ നികുതി എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. കാരണം ഇടത്തരം വരുമാനക്കാരാണ് കൃത്യമായി ആദായ നികുതി അടയ്ക്കുന്നത്. പക്ഷേ മറ്റുള്ള പലരും ഈ ആദായ നികുതി കൃത്യമായി അടയ്ക്കുന്നുമില്ല. ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ ഇളവ് അവർക്ക് ഗുണം ചെയ്യുന്നതാണോ? അതെ, ഇത് ഏറ്റവും താഴത്തെ സ്ലാബിലുള്ളവർക്ക് ഗുണം ചെയ്യും. അതിന് പുറമെ 50 കോടി വരെ ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ജനങ്ങൾ ഇതിലും വലിയ ഒരു ഇൻകം ടാക്സ് റിബേറ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഒരു വശത്ത് വളരെ സ്തോഭജനകവും വളരെയധികം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നതുമായ ഈ ഡീമോണിറ്റൈസേഷൻ, 100 രൂപ 500 രൂപ 1000 രൂപ നോട്ടുകൾ റദ്ദാക്കൽ, അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട്, അതിൻ്റെ ഷോക്ക് കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം വരലാൻ വേണ്ടി കൂടുതൽ ഇളവുകൾ കൊടുക്കാനുള്ള ഒരു പറ്റിയ അവസരമായി ഒരു രാഷ്ട്രീയക്കാരനായ അദ്ദേഹം ഇത് കാണും എന്നായിരുന്നു നമ്മൾ മിക്കവരും വിശ്വസിച്ചിരുന്നത്. പോരാഞ്ഞിട്ട് യു.പിയിലും മറ്റ് പല പ്രധാന സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും ഒക്കെ തിരഞ്ഞെടുപ്പും അടുത്തു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ആദായകരമായി റൂളിംഗ് പാർട്ടിക്ക് അനുഭാവപൂർവമായ തീരുമാനം ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ബഡ്ജറ്റ് കൊണ്ടുവരുമെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനവും. പക്ഷേ ഇദ്ദേഹം അത്തരത്തിലുള്ള ചതിക്കുഴികളിലൊന്നും വീഴാതെ വളരെ കൃത്യമായ രീതിയിൽ, പക്ഷേ കുറേ കൂടി ഇൻകം ടാക്സ് കൺസെഷൻ പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളെ അല്പം നിരാശരാക്കിക്കൊണ്ട് ആണ് ഈ വിഷയത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നേട്ടം നേടാൻ വേണ്ടി യു.പി ഇലക്ഷനിലും മറ്റും കൂടുതൽ വോട്ട് നേടാൻ സഹായകരമായ ജനരഞ്ജക പരിപാടികൾ പലതും മാറ്റിവെച്ച് അങ്ങനെയുള്ള ആകർഷണത്തിലേക്ക് വീഴാതെ അദ്ദേഹം ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിലകൊണ്ടു. 3.25% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള നിലയിൽ നിർത്തി. അത് ആവശ്യമില്ലായിരുന്നു. ആ പണം കുറച്ചുകൂടെ ലിബറലായിട്ട് പണം മുടക്കി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരാമായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. ശ്രീ അബ്രഹാം തരിയൻ, ഈ ഒരു സാമ്പത്തിക സ്ഥിതി, പ്രത്യേകിച്ച് ശ്രീ പി.സി. സിരേഖ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. പകരം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജകമാക്കുന്ന രീതിയിൽ, അല്ല ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഈ യു.പി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെയില്ല. അതേസമയം തന്നെ ഇത്തരത്തിൽ കാർഷിക മേഖലയ്ക്കും അല്ലെങ്കിൽ ഈ ആദായ നികുതി ഇളവായും ധാരാളം നിർദ്ദേശങ്ങളുമുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇതൊരു പോപ്പുലിസ്റ്റിക് ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു പോപ്പുലർ ബഡ്ജറ്റാണ്.
ആ രീതിയിൽ അതിനെ വിശകലനം ചെയ്യേണ്ടി വരും. 2-3 കാതലായ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള സമീപനം ഈ ബഡ്ജറ്റിലുണ്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കേണ്ട വലിയൊരു ഈ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുത്തിരിക്കുന്ന തുകയൊന്നും മതിയാവുകയില്ല എന്നുള്ള വേറൊരു യാഥാർത്ഥ്യം. എന്നിരുന്നാൽ പോലും വലിയൊരു തുക അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് തികച്ചും അതിൻ്റെ വിദഗ്ധർ വേറെ ഇരിപ്പുണ്ട്. എന്നാൽ പോലും അതിന് ഒരു ഉണർവ്, അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു ഉണർവ് തരുന്ന ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ അതിനെ വിമർശിക്കാം. പിന്നെ മൂന്നാമത്, നമ്മുടെ ബാങ്കിങ് രംഗത്ത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ബാങ്കുകൾ കഴിഞ്ഞ പോലെ 25,000 കോടി ക്യാപിറ്റലാണ് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് വകകൊള്ളിക്കുകയും കൊടുക്കുകയും ചെയ്തത്. പക്ഷേ അതിന് പകരം അതിന് ശേഷവും ബാങ്കുകളുടെ, നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ലോണുകളുടെ NPA വളരെ കൂടുകയും നഷ്ടങ്ങൾ വളരെ കൂടുകയും ഏകദേശം ടോട്ടൽ അഡ്വാൻസിൻ്റെ 15% ലോണുകൾ ബാഡായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പക്ഷേ 10,000 കോടി രൂപ മാത്രമാണ് അതിനുവേണ്ടി വകവച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു നിരാശാജനകമായിട്ട് എനിക്ക് തോന്നി. ശ്രീ ഹരീഷ്, ഈ ആദായ നികുതി പരിധിയിൽ അല്ലെങ്കിൽ ആദായ നികുതിയിലുള്ള ഇളവ് 3 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് കൃത്യമായി നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് ഇടത്തരം വരുമാനക്കാർക്ക് കൂടുതൽ സമ്പാദ്യം ഉയർത്തുന്നതിനും അവർക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണോ? കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിമോണിറ്റൈസേഷന് ശേഷം ധാരാളം ഫോമൽ എക്കണോമിയിലേക്ക്, നമ്മുടെ വ്യവസ്ഥാപിതമായ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പണം കൊണ്ടുവരുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുകയുണ്ടായി. കാരണം ധനകാര്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ചിൽ വന്നിരുന്ന എമൗണ്ടുകളുടെയും അതിൻ്റെ കണക്കുകളും നിരത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ ടാക്സ് കംപ്ലയൻസിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. കാരണം 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം സ്രോതസ് നേരത്തെ കാണിച്ച് ഡിക്ലെയർ ചെയ്ത ഇൻകമുള്ള 76 ലക്ഷം ആൾക്കാരിൽ 56 ലക്ഷം ആൾക്കാരും സാലറീഡ് ഇൻകം ഉള്ളവരാണ്. അപ്പോൾ 20% ആൾക്കാർ മാത്രമേ നമ്മുടെ ഇതിൽ ബിസിനസ് ക്ലാസ്സിൽ വരുന്നുള്ളൂ എന്നുള്ള ഒരു സങ്കടകരമായ വ്യവസ്ഥ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതിൽ വരാത്തതിന് കാരണം നമ്മൾ ഹയർ ടാക്സ് റേറ്റ് വയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനുമോടുള്ള ഹരാസ്മെൻറ്റ് കൂടുന്നത് കൊണ്ടോ ആണ്. അതിലൊരു പ്രത്യേക വസ്തുത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റുള്ള ഇഷ്യൂസ് ഇല്ലെങ്കിൽ അവർക്ക് മുകളിൽ ഹരാസ്മെൻറ്റ് ഉണ്ടാകില്ല എന്നൊരു തീരുമാനം അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനൊപ്പം തന്നെ അനുബന്ധമായി നോക്കുകയാണെങ്കിൽ കമ്പനികളുടെ ടാക്സിൻ്റെ കുറവ്, കാരണം 96% ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികൾ ഈ SME സെഗ്മെൻറ്റിൽ വരുന്നതാണ്. അത് കാതലായ എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഇടയിലുള്ള പൈസ ഇപ്പോൾ 1.5 ലക്ഷം അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4.5 ലക്ഷത്തോളം ഇൻകം ഉള്ള ആൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. ഒപ്പം തന്നെ 12,500 രൂപ മറ്റുള്ള ടാക്സ് ബ്രാക്കറ്റിലുള്ള ആൾക്കാർക്കും ഇത് കുറവ് വരുത്തുകയാണ്. ഇത് നമ്മുടെ ഇവിടെ അസസീസിൻ്റെ എണ്ണം, കാരണം ഇപ്പോൾ 5 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് കൂടുതലും ഇതിൽ പേയ്മെൻറ്റ് വരുന്നത്. സോ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരികയും ഒപ്പം തന്നെ കാതലായ കാര്യം ശ്രദ്ധിക്കേണ്ടത് 5% മാത്രമാണ് പുതിയ ടാക്സ് റേറ്റിൽ വരുന്നത്. ബാങ്കുകളിൽ FD ഇടുന്നത് 10% TDS വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ ഒരു അഡീഷണൽ ചേഞ്ചസ്, കാരണം ഒരു ടാക്സ് ആർബിട്രാജ് തന്നെ ഫോർവേഡ് ഉടലെടുക്കാം. ശ്രീ ഷെറിയുമ്മൻ, ഈ ഒറ്റ പേജിൽ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള ഒരു സഹായം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളുകൾക്ക് നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും വലിയതാണ്, വലിയൊരു കാര്യമാണത്. അത് ലളിതമാക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സരൽ ഫോം നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സരൽ ഫോം ഒരു 3 to 4 പേജോളം ഉണ്ടാവത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ബൈ മേക്കിംഗ് ഇറ്റ് 1 പേജ്, അത് എത്രത്തോളം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ടാക്സ് കംപ്ലയൻസ്, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇവിടുത്തെ പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു കീ ആയിട്ടൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ, ഇതൊരു ഇപ്പോഴത്തെ ഇന്ത്യൻ എക്കോണമി ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കീ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടൊരു കാര്യം, പീപ്പിൾ ഏർണിംഗ് ഇൻകം ഇൻ എക്സസ് ഓഫ് 10 lakhs, അത് 2.24 lakhs മാത്രമാണ്. 24 ലക്ഷമുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ 10 ലക്ഷത്തിനാട്ടിന് കൂടുതൽ ഇൻകം ഉള്ളത്. ഞാനൊരു ക്വിക്കായിട്ടൊരു ഫാക്ട് പറയാം. കേരളത്തിൽ തന്നെ 20 lakhs കൂടുതലുള്ള വെഹിക്കിൾസ് ഈസ് ഓൺഡ് ബൈ 2.4 crores പീപ്പിൾ. അപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ 20 ലക്ഷത്തിനാട്ടിന് കൂടുതൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് 2.4 crores. പക്ഷേ ഇന്ത്യ മൊത്തം 20 lakhs, ഇന്ത്യ മൊത്തം ഇറ്റ്സ് ഓൺലി 24 lakhs പീപ്പിൾ ദാറ്റ് ഷോ ഇൻകം ഇൻ എക്സസ് ഓഫ് 10 lakhs. അത് തന്നെ ഒരു ഹ്യൂജ് ഡിസ്പാരിറ്റി ഒരു കാര്യം തന്നെയാണ്.
ഒരു രണ്ടാമത് കീ ടേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിയർ സൈനാണ്, ഒരു ക്യാഷ്ലെസ് എക്കോണമിയിലോട്ട് പോകുന്ന ഒരു സൈൻ. എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ മെഷർ ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫണ്ടിങ് എങ്ങനെ അവർ ഹൗ ക്യാൻ ഇറ്റ് ബി മോണിറ്റർ. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു വിഷയം തന്നെ 2000 rupees മേള് ആണെങ്കിൽ ആ ഒരു ക്യാഷ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒരു കീ ആസ്പെക്ട് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ക്യാൻ ലൂസ് ഇറ്റ്സ് ഇൻകം ടാക്സ് എക്സംഷൻ. അത് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു കീ ആസ്പെക്ട് തന്നെയാണ്. എൻ്റെ ഒരു കീ ടെക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിയർ ഒരു സ്റ്റെപ്പാണ്, ഒരു ക്യാഷ്ലെസ് എക്കോണമിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കീ ആയിട്ട് ഒരു സ്റ്റെപ്പ്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു വലിയ ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേക ബജറ്റ് ചർച്ച തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം.